الله الرحمن الرحيم يريدون ليطفئوا نور الله بأفواههم والله متم نوره ولو كره الكافرون هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على حبيبك سيدنا ومولانا وحبيبنا محمد. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ഖിദ്മയുടെ പ്രഭാഷണ ദിവസത്തെ മൂന്നാം നാളിൽ നമ്മുടെ ചർച്ചയുടെ രണ്ടാം ദിവസമാണ് ഇന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓരോരുത്തരുടെയും തെറ്റുകുറ്റങ്ങൾ അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. അല്ലാഹു നമ്മിലെ രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകട്ടെ. പ്രയാസമുള്ള ആളുകൾക്ക് അല്ലാഹു ശമനം നൽകട്ടെ. അല്ലാഹുവിന്റെ കരുണയും അവന്റെ കാരുണ്യത്തിന്റെ നോട്ടവും നമ്മുടെ ജീവിതത്തിൽ ഉടനീളം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. മുസ്ലിം ലോകം ഇതുവരെ കണ്ടതും ഇനി കാണാനിരിക്കുന്നതും എന്നതായിരുന്നു നമ്മുടെ പ്രമേയം, നമ്മുടെ വിഷയം. കാലാകാലങ്ങളിലായി മുസ്ലിം ലോകം കണ്ടുകൊണ്ടിരിക്കുന്നതും കണ്ടു കഴിഞ്ഞതുമെല്ലാം അന്ത്യപ്രഭു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിന്റെ തുടർച്ചയാണ്, പുലർച്ചയാണെന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. 90-ലേറെ ഹദീസുകളിലാണ് ഈ അന്ത്യദിനത്തിന്റെ അടയാളങ്ങളിൽ ചെറുതിനെ സംബന്ധിച്ച് നബി തങ്ങൾ വിവരിച്ചത്. അൽ അലാമാത്തുസ് സുഗ്റ, അലാമാത്തുസ് സുഗ്റയും അലാമാത്തുൽ കുബ്രയുമുണ്ട്. സുഗ്റ എന്നാൽ ചെറിയ അടയാളങ്ങളും കുബ്ര എന്നാൽ വലിയ അടയാളങ്ങൾ. വലിയ അടയാളങ്ങൾ നമ്മൾ അറിയുന്നത് അത് സംഭവിക്കുന്നതോടുകൂടെ ഖിയാമത്തിലേക്കുള്ള ദൂരം വളരെ കുറവാണ് എന്ന് മനസ്സിലാക്കണം. എന്നാൽ ചെറിയ അടയാളങ്ങൾ, അലാമാത്തുസ് സുഗ്റ, the minor signs of the end time, അത് they may seem to be usual, വളരെ നോർമലായിട്ട് സ്വാഭാവികമായും സംഭവിക്കുന്നതല്ലേ, ഇതിലെന്താണ് ഇത്ര പ്രശ്നം എന്ന് തോന്നുന്ന പോലെ നിസ്സാരമായി ഒരുപക്ഷെ ചില ആളുകൾ അതിനെ കണ്ടേക്കും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തിരുനബിയുടെ വചനങ്ങളിൽ എന്താണോ സംഭവിക്കുമെന്ന് പറഞ്ഞത് അതതിന്റെ സമയക്രമങ്ങളിൽ വളരെ മനോഹരമായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ സംഭവങ്ങളും അതാണ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഗുനാഹോं की हर सू घटा छा रही है, हया को भी खुद से हया आ रही है, न इज्जत सलामत न इस्मत है बाकी, निशानी क़ियामत नहीं है तो क्या है, फसादों की हर पल है सदा आमद आमद, तो सोचो ये उम्मत कहाँ जा रही है, अगर ख्वाब गफलत से जागे न मुस्लिम तो समझो क़ियामत क़रीब आ रही है. വളരെ മനോഹരമായ കവിതയാണിത്. ഉറുദു കവികളിൽ പ്രഗൽഭനായ സിദ്ദീഖിയുടെ വരികൾ. ഗുനാഹോं की हर सू घटा छा रही है, പാപങ്ങളും കുറ്റങ്ങളും എല്ലായിടത്തും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പാതകങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, നന്മകൾ വിരളമായി കൊണ്ടിരിക്കുന്നു. ഹയാ കോ ബി ഖുദ് സേ ഹയാ ആ രഹി ഹേ, ലജ്ജക്ക് പോലും ലജ്ജ തോന്നിക്കൊണ്ടിരിക്കുന്നു, നാണത്തിന് പോലും നാണം തോന്നിക്കൊണ്ടിരിക്കുന്നു. ന ഇസ്സത്ത് സലാമത്ത് ന ഇസ്മത്ത് ഹെ ബാഖി, നിശാനി ഖിയാമത്ത് നഹീ ഹേ तो क्या है,
നഇസ്സത്ത് സലാമത്ത്, അഭിമാനം നഷ്ടപ്പെടുകയാണ്. സലാമത്ത്, മനുഷ്യന്റെ സുരക്ഷകൾക്ക് ഭീതിതമാവുകയാണ്, സുരക്ഷയില്ല. നഇസ്മത്ത് ഹബാഖി, ഈ സമുദായത്തിന് പാപസുരക്ഷയില്ല, ഈ ഉമ്മത്തിന് ഭദ്രതയില്ല, ഈ ഉമ്മത്തിനെ ആളുകൾ കടന്നു കയറി പിടിക്കുന്നു. നിശാനി ഖിയാമത്ത് നഹീ ഹേ തോ ക്യാ ഹേ, ഇതെല്ലാം അന്ത്യനാളിന്റെ അടയാളങ്ങളല്ലെങ്കിൽ പിന്നെ എന്താണ് അന്ത്യനാളിന്റെ അടയാളമായി ഭവിക്കുന്നത്? ഫസാദോ കി ഹർ പൽ है सदा आमद आमद, तो सोचो ये उम्मत कहाँ जा रही है. അരാജകത്വങ്ങളും അരക്ഷിതാവസ്ഥകളും ലോകത്ത് നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. तो सोचो ये उम्मत कहाँ जा रही है, ഈ ഉമ്മത്തിന്റെ നടത്തം എങ്ങോട്ടാണ്? अगर ख्वाब गफलत से जागे न मुस्लिम, अगर ख्वाब गफलत से जागे न मुस्लिम, तो समझो क़ियामत क़रीब आ रही है. അശ്രദ്ധയുടെ ഉറക്കത്തിൽ നിന്ന്, അശ്രദ്ധയുടെ കിനാവിൽ നിന്ന് മുസ്ലിം ഉണർന്നില്ലെങ്കിൽ तो समझो, അറിയണം, ഖിയാമത്ത് ഖരീബ രഹി ഹേ, അന്ത്യനാള് അടുത്തെത്തി കഴിഞ്ഞു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഉണരണം, ഉണരാൻ നേരമായി. മുത്തുനബിയുടെ ഹദീസുകൾ ഉണർത്തുപാട്ടുകളാണ്. യൂഷികു അൻ യഹ്സിറൽ ഫുറാതു അൻ കൻസിൻ മിൻ ദഹബിൻ, യൂഫ്രട്ടീസ് നദിയിൽ നിന്ന് സ്വർണത്തിന്റെ മാമലകൾ കണ്ടെത്തപ്പെടുമെന്ന സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസിലൂടെ നമ്മൾ ഇന്നലെ കടന്നു പോവുകയായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും ഇനി ഉമ്മത്തിന് കാണാനിരിക്കുന്നതും ആയിരക്കണക്കിന് വർഷങ്ങൾ, 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂലിന്റെ ആ വഹീന്റെ വെളിച്ചത്തിൽ വളരെ മനോഹരമായി നമ്മെ പഠിപ്പിക്കുകയാണ്. നിബിതങ്ങൾ പറയുന്നു, ഇറാഖിനെതിരെ ഉപരോധം ഏർപ്പെടുത്തപ്പെടും. മുത്തനബി തങ്ങളുടെ ഹദീസ്, സ്വഹാബിമാരിൽ മഹാനായ ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു, നിബിതങ്ങളുടെ സ്വഹാബിമാരിൽ പ്രഗൽഭനായ സ്വഹാബി, ഉപ്പ ഉഹദിലെ ഷഹീദാൻ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ഹറാം റളിയല്ലാഹു അൻഹു, അവരുടെ പ്രിയപ്പെട്ട മകൻ ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിന്റെ അസറാണിത്. അത് റഫ്അലഹു ഹുക്മുർ റഫ്ഇ, അത് അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് കേട്ടതാണ് ജാബിർ എന്നവർ പറയാൻ പോകുന്നത്. സംഭവം സ്വഹീഹ് മുസ്ലിമിലുണ്ട്. സുഹൈർ ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹുവും അലി ഇബ്നു ഹിജ്ർ എന്നവരും മഹാനായ സുഹൈർ എന്നവരിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. സുഹൈർ എന്നവരുടെ വാക്കാണിത്. عن أبي نضرة قال كنا عند جابر بن عبد الله رضي الله عنهما, ഞങ്ങൾ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ അരികത്തിരിക്കുകയായിരുന്നു. സ്വഹാബിമാരെ പോയി കാണും ഇൽമു പഠിക്കാൻ. അവരവരുടെ കൂടെ ചെന്നിരിക്കും ഈമാനും തഖ്വയും വർദ്ധിക്കാൻ. ഞങ്ങളന്ന് കൂടെ ഇരിക്കുമ്പോൾ മഹാനായ ജാബിർ എന്ന സ്വഹാബി, അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയങ്കരനായ സ്വഹാബിയുടെ മോൻ, ജാബിറേ നിനക്കറിയുമോ, ഇന്നല്ലാഹ കല്ലമ അബാക കഫാഹ, ജാബിറേ നിന്റെ ഉപ്പയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല നേർക്കുനേരെ സംസാരിച്ചിട്ടുണ്ട്. ജാബിറേ ലൈസ ബൈനഹു വ ബൈനഹു തർജുമാൻ, അല്ലാഹുവിനും നിന്റെ ഉപ്പാക്കുമിടയിൽ ഒരു ദ്വിഭാഷിയില്ലാതെ, ഒരു മുബല്ലിഗില്ലാതെ നേർക്കുനേരെ അല്ലാഹു സംസാരിച്ചിട്ടുണ്ട് ജാബിറേ എന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബിനെ ഒരുപാട് കേൾക്കാൻ ഭാഗ്യമുണ്ടാവുകയും ഹബീബിന്റെ ഹദീസുകളിൽ നൂറുകണക്കിന് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യാൻ ഭാഗ്യമുണ്ടാവുകയും ചെയ്ത ജാബിർ എന്നവർ പറയുന്ന വാക്ക് ഇമാം മുസ്ലിം എന്നവർ ഉദ്ധരിക്കുകയാണ് സ്വഹീഹ് മുസ്ലിമിൽ. യൂഷികു അഹ്ലുൽ ഇറാഖ് അല്ലാ യുജ്ബാ ഇലൈഹിം ഖഫീസുൻ വലാ ദിർഹം. ഇറാഖ് നിങ്ങൾക്കറിയുമോ? ഇറാഖുകാർക്ക് കച്ചവടം മറ്റു രാജ്യക്കാർ നിഷേധിക്കുകയും
വലാ ദിർഹം, ഇറാഖുകാരുടെ നാണയമോ അവരുടെ കറൻസിക്കോ വിലയില്ലാതെ വരികയും ഇറാഖിനെതിരെ ലോക ജനതയിൽ നിന്ന് ഉപരോധം വരുമെന്ന് നിങ്ങൾക്കറിയണം. യൂഷികു അഹ്ലുൽ ഇറാഖി അല്ലാ യുജ്ബാ ഇലൈഹിം ഖഫീസുൻ വലാ ദിർഹം. ഖഫീസ് ഇറാഖുകാരുടെ ഒരു അളവാണ്. നമ്മൾ ലിറ്റർ, കിലോഗ്രാം എന്നൊക്കെ പറയുന്ന പോലെ ഇറാഖുകാരുടെ അളവാണ് ഖഫീസ് എന്ന് പറയുന്നത്. ചരക്കുകളോ സാധനങ്ങളോ കമോഡിറ്റികളോ ഗുഡ്സുകളോ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇറാഖിലേക്ക് വരാതെ തടയപ്പെടുന്ന കാലം വരുന്നുണ്ട്. വലാ ദിർഹം, ഒരു രൂപ പോലും ഇറാഖിലേക്ക് പോവുകയില്ല, ഒരു നാണയം പോലും ഇറാഖിലേക്ക് പോവുകയില്ല. ഇറാഖുകാർക്കെതിരെ ലോക ജനതയിൽ നിന്ന് അൽ അജം, മഹാനവറുകൾ ഇത് പറഞ്ഞപ്പോ, ഉപരോധം ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞപ്പോ, ഞങ്ങൾ ചോദിച്ചു. മഹാനായ അബൂ നദർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങൾ ചോദിച്ചു, മിൻ ഐന ദാക്, എവിടെ നിന്നാണത് സംഭവിക്കാൻ പോകുന്നത്? എവിടെ നിന്നാണത് സംഭവിക്കാൻ പോകുന്നത്? ഖാല അൽ അജമു യംനഊന ദാലിക്. അജമികളാണ് ഇറാഖികൾക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുന്നത്. അജം എന്ന് പറഞ്ഞാൽ അറബി സംസാരിക്കാത്ത ആളുകൾ. അറബി സംസാരിക്കാത്ത ആളുകൾക്കാണ് അജമികൾ എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞു, യൂഷികു അഹ്ലുശ്ശാം അല്ലാ യുജ്ബാ ഇലൈഹിം ദീനാറും വലാ മുദി. അറിയണം, ഷാമിലേക്ക്, സിറിയയിലേക്ക് ഒരു ദീനാറോ അളവോ തൂക്കമോ ഗുഡ്സുകളോ സാധനങ്ങളോ വസ്തുക്കളോ ഒന്നും കയറ്റി അയക്കപ്പെടാതെ, സിറിയയുടെ, ഫലസ്തീനിന്റെ, ജോർഡാനിന്റെ, ലബനാൻ, ഈ 4 പ്രദേശങ്ങൾക്ക് അറബിയിൽ പറയുന്ന പേരാണ് ഷാം. ഷാം ഇന്നൊരു നഗരമാണ്, എന്നാൽ മുൻകാലത്തൊരു പ്രദേശത്തിന്റെ പേരാണ്. ആ ഷാം എന്ന വാക്കിന്റെ ഉള്ളിൽ 4 രാജ്യങ്ങളാണ് വരുന്നത്. ഒന്ന് ഫലസ്തീൻ, രണ്ടാമത്തേത് ജോർദാൻ, 3 ലബനോൻ, 4-ാമത്തേത് സിറിയ. ഈ രാജ്യങ്ങൾ, ഈ പ്രദേശങ്ങൾക്കെതിരെ ലോക രാജ്യങ്ങൾ ഉപരോധം ഏർപ്പെടുത്താൻ പോകുന്നു. അവർക്ക് പുറം രാജ്യങ്ങളിൽ നിന്ന് സാധനങ്ങൾ വരാതിരിക്കുകയും അവരുടെ കറൻസിക്ക് മൂല്യമില്ലാതെയാവുകയും ആ നാട്ടുകാർക്ക് പുറത്തു നിന്നും ഒന്നും ലഭിക്കാത്ത അവസ്ഥയിൽ പട്ടിണി മരണങ്ങളടക്കം ഉപരോധം കാരണം കഷ്ടപ്പെടാൻ പോകുന്നുണ്ട്. ഞങ്ങൾ ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയായവരെ, ജാബിർ ഇബ്നു അബ്ദുല്ലാഹി തങ്ങളെ, മിൻ ഐന ദാക്, ഇതെവിടെന്നാണ് വരുന്നത്? ഖാല അർ-റൂം, റോമക്കാരാണ്, റൂമികളാണ് ഇത് ചെയ്യാൻ പോകുന്നത്. റൂം എന്ന് പറഞ്ഞാൽ ഔറുബിയൂന വൽ അംരീഖിയൂൻ, അമേരിക്കക്കാർക്കും യൂറോപ്യന്മാർക്കും പറയുന്ന പേരാണ്. ഒന്നുകിൽ റൂം അല്ലെങ്കിൽ ബനുൽ അസ്ഫർ. പരിശുദ്ധ ഹദീസിൽ നമുക്ക് ഇനിയും വരാനുണ്ട്. ബനുൽ അസ്ഫർ, മഞ്ഞയുടെ മക്കൾ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. മഞ്ഞ നിറമുള്ള ശരീരമുള്ള ആളുകൾ, വെളുത്ത നിറമുള്ള ആളുകൾ. ആ ആളുകളുടെ പ്രയോഗം, അതിന്റെ ആ വാക്ക് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് യൂറോപ്യരും അമേരിക്കക്കാരുമാണ്. അതുതന്നെയാണ് റോം എന്ന വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആലോചിക്കുക, 1000 വട്ടം ആലോചിക്കുക. ജാബിർ റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്. കാണാൻ കഴിയാത്ത, വരാനിരിക്കുന്ന ഗൈബിയായ വിഷയങ്ങൾ സ്വഹാബിമാർ സംസാരിക്കുന്നത് അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് കേട്ട വിഷയങ്ങളാണ്. അവരായിട്ട് ഒന്നും ഉണ്ടാക്കി പറയില്ല. അള്ളാഹുവിന്റെ ഹബീബിൽ നിന്ന് എപ്പോഴോ കേട്ടുപഠിച്ച ഇൽമാണ് സ്വഹാബിമാർ അസറുകളായി പറയുന്നത്. ഇറാഖിനെതിരെ ആരായിരിക്കും ഉപരോധം ഏർപ്പെടുത്തുക എന്ന് ചോദിച്ചപ്പോൾ മഹാനായ സ്വഹാബി പറയുന്നത് അൽ അജം, അജമികളെന്നാണ്. ഇറാഖിനെതിരെ ഉപരോധം ഏർപ്പെട്ട് കഴിഞ്ഞിട്ട് വർഷങ്ങളായി. നമ്മൾ ആലോചിക്കണം, അജമികൾ എന്ന് പറഞ്ഞാൽ നാറ്റോ രാജ്യങ്ങളിൽ നിന്ന് ഒരു അറബ് രാജ്യം പോലും ആ സംഭവം നടക്കുമ്പോൾ, ഇറാഖിനെതിരെ ഉപരോധം നടക്കുമ്പോൾ ഊഴമായി വരുന്ന അറബ് രാജ്യങ്ങളിൽ അന്ന് യമനായിരുന്നു കൂടെയുണ്ടായിരുന്നത്. അമേരിക്കയുണ്ട്, റഷ്യയുണ്ട്, ഫ്രാൻസ് ഉണ്ട്, ബ്രിട്ടനുണ്ട്, ചൈനയുണ്ട്.
ഈ രാജ്യങ്ങൾ കൂടി. അതോടൊപ്പം ഒരു അറബ് രാജ്യം അന്ന് യമന്റെ ഊഴമായിരുന്നു. യമൻ മാത്രമാണ് ആ ഉപരോധം പാടില്ലെന്ന് പറഞ്ഞത്. എന്നാൽ ഇറാഖിനെതിരെയുള്ള ഉപരോധം അംഗീകരിച്ചതിൽ ചൈനയുണ്ട്, ബ്രിട്ടനുണ്ട്, ഫ്രാൻസ് ഉണ്ട്, അമേരിക്കയുണ്ട്, റഷ്യയുണ്ട്. ഇതിൽ റഷ്യയും ചൈനയും യൂറോപ്യരല്ല, അമേരിക്കക്കാരുമല്ല, ഈസ്റ്റേൺ രാജ്യമാണ്. ഇവരെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പ്രയോഗമാണ് അൽ അജം. അറബി സംസാരിക്കാത്ത ആളുകൾ, അറബികളല്ലാത്ത ആളുകൾ ഒരുമിച്ച് നിന്ന് ഇറാഖിനെതിരെ ഉപരോധം ഏർപ്പെടുത്തും. നമ്മൾ അത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. ആ ഉപരോധത്തിന്റെ കാലം ഇന്നും നീണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭരണമില്ലാതെ, ഒരു നേതാവില്ലാതെ, ഒരു നിയമക്രമമില്ലാതെ, രാജവാഴ്ച പോലുമില്ലാതെ, ഡെമോക്രസി ഇല്ല, രാജവാഴ്ചയില്ല, ഒരു ഭരണക്രമം പോലുമില്ലാതെ ഒരു രാജ്യം അനാർക്കിയിലേക്ക് തള്ളിവിടപ്പെട്ടത് ഇറാഖിൽ നടന്ന യുദ്ധത്തിന്റെ ശേഷമാണ്. നമ്മൾ ആലോചിക്കണം, ഒരു ഭരണാധികാരി, അയാൾ നല്ല ആളാവട്ടെ, ക്രൂരനായ ആളാവട്ടെ, ഒരു ഭരണാധികാരി അല്ലാഹുവിന്റെ തണലാണ് ഭൂമിയിൽ. നബി തങ്ങൾ പറയുമായിരുന്നു, അസ്സുൽത്താനു ദില്ലുല്ലാഹി ഫീ അർദിഹി. ഒരു ഭരണാധികാരി ഭൂമിയിലെ അല്ലാഹുവിന്റെ തണലാണ്. ആ ഭരണാധികാരിക്കെതിരെ നിങ്ങൾ യുദ്ധം ചെയ്യാൻ ചെന്നാൽ അല്ലാഹുവിന്റെ തണലാണ് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത്. സ്വഹാബികൾ ചോദിക്കുമായിരുന്നു, നബിയേ, ഞങ്ങളുടെ ഭരണാധികാരികൾ ഞങ്ങളോട് ക്രൂരത ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നേരം അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ബാധ്യത നിറവേറ്റണം. നിങ്ങളുടെ ഉത്തരവാദപ്പെട്ട ഭരണാധികാരികളോട് നിങ്ങൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കുക. നിങ്ങളുടെ ഭരണാധികാരികളെ അനുസരിക്കുകയും ചെയ്യുക. അല്ലാഹു നിങ്ങളുടെ വിഷയങ്ങളിൽ പരിഹാരം തരും. എന്നല്ലാതെ ഒരു ഭരണക്രമത്തെ താഴെ ഇറക്കി പോലീസും പട്ടാളവുമില്ലാതെ, ഭരണമില്ലാതെ, നിയമവാഴ്ചയില്ലാതെ, കോടതിയില്ലാതെ ഒരു രാജ്യമെങ്ങാനും അനാർക്കിയിലേക്ക് തള്ളപ്പെട്ടാൽ അവിടെ കൊള്ളയും കൊലയും വ്യഭിചാരവും നാശനഷ്ടവുമല്ലാതെ മറ്റെന്താണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്? അതാണ് ലിബിയയിൽ നടന്നത്, അതാണ് അൾജീരിയയിൽ ഒരൽപ്പകാലം നടന്നത്, അതാണ് ഈജിപ്തിൽ നടന്നത്, അതാണ് വിവിധ രാജ്യങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്ത വിഷയമാണ് ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നത്. എന്നാൽ സിറിയയുടെ വിഷയം വന്നപ്പോ നമ്മളറിയണം, സിറിയ എന്ന പദപ്രയോഗം ആ നാട് സവിശേഷമായൊരു നാടാണ്. അവിടെയാണ് മഹാനായ റൂഹുല്ലാഹി ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം ആകാശലോകത്ത് നിന്ന് അല്ലാഹുവിന്റെ മാലാഖമാരുടെ തോളിൽ കൈവച്ച് ഒരു സുബ്ഹി നിസ്കാരത്തിന്റെ നേരത്ത് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത് സിറിയയിലാണെന്ന് മറന്നു പോവരുത്. മക്കയിലും മദീനയിലുമല്ല ഈസ നബിയുടെ വരവുണ്ടാവുക, അത് സിറിയയിലെ ഡമസ്കസിലാണ്. യൻസിലു അലൽ മനാറത്തിൽ ബൈളാഇ ശർഖിയ ദിമഷ്ക്. ഡമസ്കസിന്റെ കിഴക്കു ഭാഗത്തുള്ള വെളുത്ത മുനാരത്തിൽ രണ്ട് മാലാഖമാരുടെ തോളിൽ കൈവച്ചുകൊണ്ട്, ചിറകുകളിൽ കൈവച്ചുകൊണ്ട്, യതഹദ്ദറു മിൻ റഅസിഹി മിഥ്ലുൽ ജുമാൻ. മുടിയിൽ നിന്ന് മുത്തിന് സമാനമായ വെള്ളത്തിന്റെ തുള്ളികൾ ഉറ്റി വീഴുന്ന പോലെ, കുളിച്ചിറങ്ങി വരുന്ന പോലെ മഹാനായ ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം സുബ്ഹി നിസ്കാരത്തിന് ഇമാം മഹദിയും കൂട്ടരും സുബ്ഹി നിസ്കാരത്തിന് കാത്തിരിക്കുന്ന നേരം അവിടെയാണ്, ഡമസ്കസിലാണ് അൽ മസ്ജിദുൽ അമവി എന്നറിയപ്പെടുന്ന പ്രദേശം. അതാണ് അല്ലാഹുവിന്റെ ഹബീബ് അലൽ മനാറത്തിൽ ബൈളാ, വെളുത്ത മുനാരത്തിലൂടെ ശർഖിയ ദിമഷ്ക്, ഡമസ്കസിന്റെ കിഴക്കു ഭാഗം. നമ്മൾ അറിയണം, ഡമസ്കസ് എന്ന വാക്ക് നബിതങ്ങളുടെ കാലത്ത് ഇല്ല. ഡമസ്കസ് എന്ന നാടേ ഇല്ല, ഡമസ്കസ് എന്ന പട്ടണമില്ല. ആ പട്ടണം ഉണ്ടാകുന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ കാലശേഷമാണ്. എന്നാൽ നബിതങ്ങൾ വഹീന്റെ വെളിച്ചത്തിൽ പറഞ്ഞു, ഡമസ്കസ് എന്ന നാട് വരും, അവിടെ ഒരു പള്ളി വരും, ആ പള്ളിയുടെ വെളുത്ത മുനാരത്തിലാണ് ഈസ നബി അലൈഹിസ്സലാം ഇറങ്ങി വരുന്നത്. അതുകൊണ്ട് സിറിയ പ്രധാനമുള്ള രാജ്യമാണ്. അവിടെയാണ് സക്കരിയ നബി അലൈഹിസ്സലാം, അവിടെയാണ് യഹ്യാ നബി അലൈഹിസ്സലാം, അവിടെയാണ് പ്രവാചകന്മാരിൽ ഒരുപാട് പേര് വന്നത്, സ്വഹാബിമാരിൽ ഒരുപാട് സ്വഹാബിമാർ.
ഇസ്ലാമിന്റെ ഏറ്റവും നല്ല നാഗരികതയുടെ കാലഘട്ടത്തിൽ ഇസ്ലാമിക വിജ്ഞാനീയങ്ങളിൽ ഏറ്റവും മഹനീയമായ സംഭാവനകൾ ചെയ്ത 2 പ്രദേശങ്ങളാണ് ഉണ്ടായത്. 3 ഉണ്ട്. ഒന്ന് ഈജിപ്ത്, അത് കഴിഞ്ഞാൽ പിന്നെ സിറിയയാണ്, ഇറാഖാണ്. അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം ലോകാവസാനം സംഭവിക്കുമ്പോൾ खुदा के रूबरू जिस दिन क़यामत का वफा होगा, उसी दिन बाप बेटे का न बेटा बाप का होगा, न हमशीरा बरादर की न बीवी अपने शौहर की, वो ऐसा वक़्त होगा भाई भाई से जुदा होगा. ഖിയാമത്ത് നാൾ നടക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്റുജു നാറുൻ മിൻ ഖിബലിൽ യമൻ, യമനിന്റെ ഭാഗത്ത് നിന്ന് ഒരു തീ വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹ്. ദുഖാനുൻ, അത് കട്ടപിടിച്ച പുകയായിരിക്കും എന്നും ഹദീസുകളിലുണ്ട്. യുഹ്ശറുൻ നാസ ഇലാ അർളി മഹ്ശരിഹിം, യമനിൽ നിന്ന് ആളുകളെ ആട്ടിത്തെളിച്ച് വിചാരണയുടെ സ്ഥലത്തേക്ക് ജനങ്ങളെ തെളിച്ചു കൊണ്ടുപോകുന്ന ഒരു തീ. ആ തീയിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിയാൽ ആളുകൾ എത്തിച്ചേരുന്നത് സിറിയയിലായിരിക്കും എന്നാണ് ഹദീസ്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് ഷാമിനെ പറയുമ്പോൾ, സിറിയയെ പറയുമ്പോൾ അർളുൽ മഹ്ശരി വൽ മൻശർ, അവിടെയാണ് മഹ്ശറ നടക്കുന്നത്, അവിടെയായിരിക്കും മഹ്ശറയുടെ മൈതാനം അല്ലാഹു സംവിധാനിക്കുകയെന്ന് മഹാനായ നബിതങ്ങൾ ഒന്നിലേറെ ഹദീസുകളിൽ പറഞ്ഞിട്ടുണ്ട്. മഹ്ശറ സംവിധാനിക്കപ്പെടുന്നത് ഖിയാമത്ത് നാളിൽ ഭൂമിയെ അല്ലാഹു മാറ്റിമറിച്ചതിന്റെ ശേഷം. ഇന്നത്തെ ഭൂമിയല്ല, ഇന്നത്തെ ഭൂഖണ്ഡങ്ങളല്ല, ഇന്നത്തെ സമുദ്രങ്ങളല്ല, ഇന്നത്തെ കരമാർഗങ്ങളല്ല, ഇന്നത്തെ ഭൂരാജ്യങ്ങളല്ല. യൗമ തുബദ്ദലുൽ അർളു ഗൈറൽ അർള് വസ്സമാവാത് വബറസു ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് ഷാമിനെ പറ്റി പറയുമ്പോൾ അർളുൽ മഹ്ശരി വൽ മൻശർ, ഇത് ഖിയാമത്തിന്റെ നാടാണ്, ഇത് വിചാരണയുടെ പ്രദേശമാണ്, അവിടെയാണ് വിചാരണ ഉണ്ടാവുക, അവിടെയാണ് നിങ്ങളെല്ലാം അല്ലാഹുവിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുക എന്ന്. കസ്സഈദ്, ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ കാണുന്ന രീതിയിൽ ഉരുണ്ടതല്ല അന്ന് ഭൂമി, പ്രതലത്തെ അല്ലാഹു പരത്തിക്കൊണ്ടുവരികയും നിങ്ങളെ ഒന്നാകെ അലസ്സഈദ്, പ്രവിശാലമായ മനോഹരമായ ഒരു പ്രതലത്തിൽ അല്ലാഹു നിങ്ങളെ സാക്ഷികളാക്കി കൊണ്ടുവരും, നിവർത്തി നിർത്തും എന്ന് നിബിധങ്ങൾ പറഞ്ഞ പ്രദേശമാണ് ഇന്നത്തെ സിറിയ ഉൾക്കൊള്ളുന്ന പ്രദേശം. അതുകൊണ്ടാണ് ഹബീബ് പറയുമായിരുന്നത്, സിറിയയിൽ നടക്കുന്ന ഫസാദ് ലോക മുസ്ലിമീങ്ങളുടെ ഫസാദിന്റെ തുടക്കമാണ്. അവിടെ നടക്കുന്ന പ്രശ്നം ലോക മുസ്ലിമീങ്ങളുടെ പ്രശ്നത്തിന്റെ തുടക്കമാണ്. പേടിക്കാനോ പേടിപ്പിക്കാനോ അല്ല നബി തങ്ങൾ ഇത് പറയുന്നത്. ലോകാവസാനത്തിന്റെ മുമ്പ് രാഷ്ട്രീയ കരുനീക്കങ്ങൾ നടക്കുമ്പോൾ, രാജ്യങ്ങൾ തമ്മിൽ കരാറുകളിൽ ഒപ്പുവെക്കുമ്പോൾ, തീവ്രവാദത്തെ എതിർക്കാൻ എന്ന പേരിൽ സഖ്യരാജ്യങ്ങൾ ഒത്തുചേരുമ്പോൾ, വിവിധ രാജ്യങ്ങൾക്കെതിരെ രാജ്യങ്ങൾ ഉപരോധം ഏർപ്പെടുത്തുമ്പോൾ നമ്മൾ അറിയണം, ഇതിന്റെ എല്ലാം പിന്നിൽ ഹയ്യും ഖയ്യൂമുമായ അല്ലാഹു, ലില്ലാഹിൽ അംറു മിൻ ഖബ്ലു വ മിൻ ബഅദ്, അല്ലാഹുവാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. ലോകരാജ്യങ്ങളുടെ നേതാക്കന്മാരുടെ തലയിൽ ഉദിക്കുന്ന വിഷയങ്ങൾ പോലും അല്ലാഹുവിന്റെ ഇടപെടലാണ്, ഹബീബിന്റെ വാക്കിന്റെ പുലർച്ചകളാണെന്ന് 21-ാം നൂറ്റാണ്ടുകാരൻ മനസ്സിലാക്കാനാണ് അല്ലാഹുവിന്റെ ഹബീബ് ഇതെല്ലാം ഈ ഉമ്മത്തിന് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് പറഞ്ഞു തന്നത്. ഇന്ന് നടക്കാൻ പോകുന്നത്, ലോകരാജ്യങ്ങളുടെ ഭരണാധികാരികൾ ഇനി ഭരണം ഏറ്റെടുക്കാൻ ഇവിടെ നിന്ന് പോകുന്നവർ, ഇവരെല്ലാം എന്ത് ചെയ്തു കൂട്ടുന്നുവോ ഇതെല്ലാം ആകത്തുകയിൽ കണക്ക് കൂട്ടിയാൽ ഹബീബിന്റെ ഹദീസിന്റെ പുലർച്ചയാണ്. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. അല്ലാഹു നൽകുന്ന ദിവ്യബോധനമല്ലാതെ ഹബീബ് സംസാരിക്കുകയില്ല. യൂഷികു അഹ്ലുൽ ഇറാഖ്,
അല്ലാ യുജ്ബാ ഇലൈഹിം ഖഫീസുൻ വലാ ദിർഹം. ഇറാഖിനെതിരെ ഉപരോധം ഏർപ്പെടുത്തിയത് അറബ് രാജ്യങ്ങളല്ലെന്നറിയണം. ഇറാഖിനെതിരെ ഉപരോധം ഏർപ്പെടുത്തിയത് വെറും യൂറോപ്പുകാരും അമേരിക്കക്കാരും മാത്രമല്ല. അതിൽ റഷ്യയുണ്ട്, ചൈനയുണ്ട്, ഫ്രാൻസ് ഉണ്ട്, ബ്രിട്ടനുണ്ട്, അമേരിക്കയുണ്ട്. ഈ രാജ്യങ്ങളെല്ലാം ഒത്തുചേർന്ന് ഇറാഖിനെതിരെ ഉപരോധം നടത്തിയപ്പോൾ ഹബീബിന്റെ വാക്കാണ്, സ്വഹാബത്തിന്റെ ആ ദീർഘവീക്ഷണമാണ് നമ്മുടെ മുമ്പിൽ പുലർന്നിരിക്കുന്നത്. നമ്മൾ അറിയണം, ഇത് അല്ലാഹുവിന്റെ ഇടപെടലാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഹീന്റെ പുലർച്ചയാണ്. എന്നാൽ സിറിയയെ സംബന്ധിച്ച് മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു യൂഷികു അഹ്ലുശ് ശാം അല്ലാ യുജ്ബാ ഇലൈഹിം ദീനാറും വലാ മുജി. നമ്മൾ അറിയണം, ഇനി നടക്കാൻ പോകുന്ന സംഗതിയാണത്, ഇനി കാണാൻ പോകുന്നതാണത്. സിറിയക്കെതിരെ ഉപരോധം വരും. ആ ഉപരോധം ഏർപ്പെടുത്തുന്നത് ഭാഗികമായി ഇന്നുണ്ട്. എന്നാൽ പരിപൂർണമായി ജോർഡാനും ലെബനാനും സിറിയയും ഫലസ്തീനും അടങ്ങുന്ന 4 രാജ്യങ്ങളെ പൂട്ടിക്കെട്ടുന്ന രീതിയിൽ യൂഷിക്കു. മുമ്പ് ഉപരോധമുണ്ട് ഇസ്ലാമിക ചരിത്രത്തിലും. അതിന്റെ മുമ്പും രാജ്യങ്ങളെ ഭരണാധികാരികൾ, രാജാക്കന്മാർ നഗരങ്ങളെ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് സത്യത്തിൽ നഗരത്തിന്റെ കോട്ടകളെ വളഞ്ഞുകൊണ്ടായിരുന്നു. ഒരു ദിവസം, ഒരു മാസം, 2 മാസം, 3 മാസം, 1 കൊല്ലം, ഇങ്ങനെയൊക്കെ ആ കോട്ടക്കകത്തേക്ക് വരുന്ന വഴികൾ ബ്ലോക്ക് ചെയ്യുകയും പുറമേ നിന്ന് വരുന്ന ഭക്ഷണവും മറ്റു സൗകര്യങ്ങളും തടഞ്ഞു നിർത്തുകയും ചെയ്ത് കോട്ടക്കകത്തുള്ള ആളുകളെ ആ കീഴടക്കാൻ വന്ന രാജാവിന് കീഴടങ്ങാൻ വേണ്ടി അന്നപാനീയങ്ങൾ തടഞ്ഞു വെച്ചുള്ള ഒരു ഹിസ്വാർ, ബോയ്ക്കോട്ട്, ഒരു ഉപരോധമായിരുന്നു മുമ്പുണ്ടായിരുന്നത്. എന്നാൽ അതുപോലെയുള്ളൊരു ബഹിഷ്കരണമല്ല, ഒരു ഉപരോധത്തെ കുറിച്ചല്ല നബി തങ്ങൾ പറഞ്ഞത്. യൂഷിക്കു അങ്ങനെ ഒരു നഗരത്തിന്റെ വാതിൽക്കൽ ആരെങ്കിലും ചെന്നുകൊണ്ടല്ല. എന്നാൽ താത്വികമായി നോക്കിയാൽ അതുപോലെ ഉപരോധം തന്നെ. പ്രത്യക്ഷത്തിൽ ആരും ഒരു രാജ്യത്തേക്കുള്ള കവാടം അടച്ചു വെച്ചില്ല. എന്നാൽ ആ രാജ്യവുമായി ട്രേഡുകൾ പാടില്ലെന്നും കരാറുകൾ പാടില്ലെന്നും ആ രാജ്യത്തിന്റെ ഒരു വിഭവവും ഒരാളും വാങ്ങിക്കാൻ പാടില്ലെന്നും ആ രാജ്യത്തിന് ഒരാളും ഒന്നും വിൽക്കാൻ പാടില്ലെന്നും പറയുന്ന ആധുനിക ഉപരോധത്തെ പറയാൻ നിബിധങ്ങൾ യൂഷിക്കു അൻ ലാ യുജ്ബാ. ആ പ്രയോഗത്തിനകത്ത് ആഗോള സംവിധാനങ്ങളിൽ വരുന്ന ആധുനിക കാലഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന ഉപരോധത്തിന്റെ ഒരു ചിത്രമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആരായിരിക്കും ഫലസ്തീനെതിരെ, ആരായിരിക്കും ഇറാഖിനെതിരെ, ആരായിരിക്കും സിറിയക്കെതിരെ, ഇനി ജോർഡാനിനെതിരെ, ലെബനോനെതിരെ ആരായിരിക്കും ഈ ഉപരോധം ഏർപ്പെടുത്തുക? മിൻ ഐന ദാലിക്, എവിടെ നിന്നാണ് അത് ഉണ്ടാവുക എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബി ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മിൻ ഖിബലിർ റൂം. സിറിയക്കെതിരെ ഉണ്ടാകുന്ന, ഷാമിനെതിരെ ഉണ്ടാകുന്ന ഉപരോധം യൂറോപ്പ്, അമേരിക്കൻ രാജ്യങ്ങളുടെ ഭാഗത്ത് നിന്ന് മാത്രമായിരിക്കും. അതിൽ യൂറോപ്യരും അമേരിക്കക്കാരുമല്ലാത്ത രാജ്യങ്ങളില്ല. അതിൽ ചൈനയുണ്ടാവില്ല, റഷ്യയുണ്ടാവില്ല, ഇന്ത്യയുണ്ടാവില്ല, ജപ്പാൻ ഉണ്ടാവില്ല, ഈസ്റ്റേൺ രാജ്യങ്ങളൊന്നുമില്ല, അറബ് രാജ്യങ്ങളുമില്ല. അത് പ്യൂർ യൂറോപ്യരും അമേരിക്കക്കാരും മാത്രം നടത്തുന്ന ഉപരോധമാണ് സിറിയക്കെതിരെ ഇനി നടക്കാൻ പോകുന്നത്. അതിന്റെ ആരംഭമാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ് തീവ്രവാദ ഭ്രാന്തന്മാർ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന കശാപ്പുകൾ. അതിന്റെ പേരിലാണ് ഒരു രാജ്യത്തെ മുഴുവനും നടക്കുന്ന കലാപങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ പേരിലാണ് നിരപരാധികളായ പിഞ്ചു മക്കൾക്കെതിരെ ബോംബെറിയപ്പെടുന്നത്. അതിന്റെ പേരിലാണ് നിരപരാധികളായ പെണ്ണുങ്ങൾ ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ട് നിരാലംബരായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനോഹരമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇനി നടക്കാൻ പോകുന്നത്
ഹർമജദൂൻ എന്ന് പറയുന്ന വളരെ അതിമഹത്തായ നബിയുടെ ഒരു പ്രഖ്യാപനമുണ്ട്. ഹർമജദൂൻ യുദ്ധം എന്ന് പറയുന്നത് ബൈബിൾ പുസ്തകത്തിൽ പറഞ്ഞത്, ഓൾഡ് ടെസ്റ്റമെന്റിൽ പറഞ്ഞത്. റൊണാൾഡ് റീഗനെ പോലെയുള്ള അമേരിക്കൻ പ്രസിഡന്റുമാർ നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തു. അവര് പോലും ഈ ജനറേഷനാണ് ഹർമജദൂൻ യുദ്ധത്തിന് സാക്ഷികളാകാൻ പോകുന്നത് എന്ന് അഭിമാനത്തോടെ പറയുന്ന ആ ഒരു സാഹചര്യത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നബി തങ്ങൾ എന്താണ് പറഞ്ഞത്? ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, ഔഫ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ആണ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് കേട്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ ഔഫ് ഇബ്നു മാലിക് അടക്കമുള്ള സ്വഹാബിമാർക്ക് അന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, വഹയിന്റെ വെളിച്ചം വരികയാണ്. ഈ വഹയാണ് ഏറ്റവും വലിയ നിഅമത്ത്. അതുകൊണ്ടാണ് നബി തങ്ങളുടെ വഫാത്തിന് ശേഷം ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ വല്ലാതെ കരഞ്ഞുപോയത്. നബി തങ്ങൾക്ക് പാല് കൊടുത്ത് വളർത്തിയ പോറ്റുമ്മയാണ് ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ. ഹലീമ സഅദിയെ പോലെ തന്നെ റളിയല്ലാഹു അൻഹ. ഉമ്മു ഐമൻ ബീവി നബി തങ്ങളെ വല്ലാതെ സ്നേഹിച്ചിരുന്നു. 80 വയസ്സുണ്ടായിരുന്നപ്പോഴും അല്ലാഹുവിന്റെ ഹബീബ് ഒരു യുദ്ധത്തിലേക്ക് പോകുമ്പോൾ മോനെ മോനെ മോന് സംരക്ഷണത്തിന് ഈ ഉമ്മ കൂടെ വരാം എന്ന് 80 കഴിഞ്ഞ ഉമ്മ ഹബീബ് പോകുന്ന യുദ്ധങ്ങളിൽ ഹബീബിനെ പരിപാലിക്കാൻ പോകുമായിരുന്നു. ആ ഉമ്മ ജീവിച്ചിരിക്കുമ്പോൾ നബി തങ്ങൾ വഫാത്താവുകയാണ്. മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട്, ഇബ്നുൽ ഖത്താബ്, ഉമറേ ഉമറേ നമുക്കൊന്ന് പോയി നോക്കാം. ഹയ്യാ ബിനാ നസൂറു ഉമ്മ ഐമൻ, നമുക്ക് ഉമ്മു ഐമൻ ബീവിയെ പോയി എന്ന് സന്ദർശിക്കാം. കമാ കാന റസൂലുള്ളാഹി യസൂറുഹാ, അല്ലാഹുവിന്റെ റസൂൽ അവരെ ചെന്ന് കാണുമായിരുന്നല്ലോ, ഇടക്കിടക്ക് അവരെ ചെന്ന് സന്ദർശിക്കുമായിരുന്നല്ലോ, നമുക്കും അവരെ ചെന്നൊന്ന് കണ്ടു നോക്കാം. അങ്ങനെ രണ്ടുപേരും പോകുന്നു. പരിശുദ്ധ ഹദീസിൽ കാണാം, ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹയുടെ അരികത്ത് നിന്ന് അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് പറയാൻ തുടങ്ങിയപ്പോ ബീവി കരയാൻ തുടങ്ങി, വല്ലാത്ത കരച്ചിൽ. അപ്പോഴാണ് സിദ്ദീഖ് എന്നവർ പറഞ്ഞത്, ഉമ്മാ, നബി തങ്ങൾ അങ്ങനെയായിരുന്നു ഉമ്മ ഐമൻ ബീവിയെ വിളിച്ചത്, ഉമ്മ എന്ന് വിളിക്കുമായിരുന്നു. ഉമ്മ, അല്ലാഹു അവന്റെ ഹബീബിന് കൊടുക്കുന്നതല്ലയോ നമ്മൾ ഈ ഭൂമിയിൽ നമ്മളോടൊപ്പം നബി തങ്ങൾ ജീവിച്ചിരുന്നാൽ നമ്മൾ നബിക്ക് കൊടുക്കുന്നതിനേക്കാളും ഖൈർ അല്ലാഹു കൊടുക്കുന്നതല്ലയോ ഉമ്മ? അതേ മക്കളെ, എനിക്കറിയാം അല്ലാഹു അവന്റെ റസൂലിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കൊടുക്കുന്നവനാണ്. നമ്മുടെ മുമ്പിൽ ഹബീബ് ജീവിച്ചിരിക്കുന്നതിനേക്കാളും ഖൈർ, ഹബീബിന് ഖൈർ അല്ലാഹുവിന്റെ അരികത്തേക്ക് പോകൽ തന്നെയാണ്. എന്നാലും മക്കളെ, ഈ ഉമ്മയുടെ കണ്ണുനീര് അടങ്ങാതിരിക്കുന്നത്, ഈ ഉമ്മ ഇനിയും കരഞ്ഞുകൊണ്ടിരിക്കുന്നത്, വലാകിന്നഹു ഇൻഖതഅൽ വഹി, പക്ഷേ ആകാശലോകത്ത് നിന്ന് വരുന്ന വഹി മുറിഞ്ഞു പോയല്ലോ, വഹി നിന്ന് പോയല്ലോ. ഓരോരോ സംഭവങ്ങൾ ഓരോരോ നേരത്ത് മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ റസൂലിന് വന്ന് പറഞ്ഞു കൊടുക്കുമായിരുന്ന ആ സംഭവം നിന്നുപോയില്ലേ? ഇന്ന് വഹിയില്ലല്ലോ. ആരാണ് നമുക്ക് വരാനുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാനുള്ളത്? ആരാണ് ഈ ഉമ്മത്തിന്റെ വിഷയങ്ങളിൽ ഇടപെട്ട് സംസാരിക്കാനുള്ളത്? ആർക്കാണ് ആകാശലോകത്ത് വിവരങ്ങൾ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നത്? വഹി പോയില്ലേ? ഹബീബിന്റെ പോക്കോടുകൂടെ, ഹബീബിന്റെ വഫാത്തോടുകൂടെ വഹി നിലച്ചു പോയില്ലേ? അതുകൊണ്ടാണ് ഈ ഉമ്മ കരയുന്നതെന്ന് ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹാ. മുത്തനബി തങ്ങൾ വഹയിന്റെ വെളിച്ചത്തിൽ സ്വഹാബത്തിന് നല്ല അവബോധം നൽകുമായിരുന്നു. ആ അവബോധമാണ് ലോക പണ്ഡിതന്മാർ ഓരോരോ സമുദായത്തിനും അതത് കാലങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യഅദദ് സിത്തം ബൈന യദൈ സ്സാഅ, ഔഫ് ഇബ്നു മാലിക്, അല്ലാഹു ഈ ലോകത്തെ നശിപ്പിക്കാൻ പോകുന്നുണ്ട്.
അത് നമ്മുടെ ഈമാൻ കാര്യങ്ങളിൽ. അഞ്ചാമത്തേത്, ഖിയാമത്ത് നാളെ നടക്കാൻ പോകുന്നുണ്ട്, വിചാരണ നടക്കാൻ പോകുന്നുണ്ട്. കാലങ്ങളായി, ആയിരക്കണക്കിന് വർഷങ്ങളായി മരിച്ചുപോയി ഖബറിൽ കിടക്കുന്ന മുഴുവൻ ആളുകളും ആ ലോകാവസാനം വരെ ഖബറിൽ കിടക്കുക തന്നെ വേണം. ആ ലോകാവസാനം നടന്നതിന് ശേഷമാണ്, രണ്ടാമത്തെ ഊത്തോടുകൂടെയാണ് പുനർജന്മവും വിചാരണയും നടക്കുക. നൂഹ് നബി അലൈഹിസ്സലാം 950 കൊല്ലം പ്രബോധനം ചെയ്ത് 1000-ലേറെ വർഷം ജീവിച്ച പ്രവാചകൻ നൂഹ് നബി അലൈഹിസ്സലാം ഖബറിൽ കിടക്കുകയാണ്. 200 വർഷത്തോളം ജീവിച്ച സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഖബറിൽ കിടക്കുകയാണ്. 100 വർഷത്തിലേറെ ജീവിച്ച ദാവൂദ് നബി അലൈഹിസ്സലാം ഖബറിൽ കിടക്കുകയാണ്. പ്രവാചകന്മാർ ഓരോരുത്തരും അവരുടെ അനുയായികളും ലോകാവസാനം വരെ വന്നു പോകുന്ന സർവ്വ മനുഷ്യർക്കും ഖബർ എന്ന് പറയുന്നൊരു ലോകമുണ്ട്. മറവ് ചെയ്യപ്പെട്ടാലും ഇല്ലെങ്കിലും ഖബർ ജീവിതമുണ്ട്. കത്തിക്കരിഞ്ഞ് ഭസ്മമായി പൊടിയായി പോയാലും അവർക്കും ഖബറുണ്ട്. അല്ലാഹു അവർക്ക് ഖബർ ജീവിതം നൽകുന്നുണ്ട്. എല്ലാവരും ഖിയാമത്ത് നാൾ വരെ കാത്തിരിക്കണം. ലോകാവസാനം നടക്കണം. അത് നടന്നു കഴിഞ്ഞാലാണ് വിചാരണ ആരംഭിക്കുക. അവിടെ മുതലാണ് അനന്തമായ ഒരു ലോകത്തിന്റെ തുടക്കം. അത് സുഖമാണെങ്കിൽ സുഖം, അത് ദുഃഖമാണെങ്കിൽ ദുഃഖം. അള്ളാഹുവിനെ കണ്ടുകൊണ്ട് സന്തോഷത്തോടെ കഴിയുന്ന വാദിൽ അഫ്യഹിൽ ചെന്ന് റബ്ബിനെ നോക്കി കാണുന്നവർ അക്കൂട്ടത്തിലുണ്ട്. നരകത്തിൽ സഖൂം കൊണ്ട് ശിക്ഷിക്കപ്പെടുന്നവർ അവരിലുണ്ട്. അല്ലാഹു സജ്ജനങ്ങളോടുകൂടെ നമുക്ക് സ്വർഗപ്രവേശം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് കൃത്യമായി പറഞ്ഞു തരും 6 കാര്യങ്ങൾ സംഭവിക്കും. ഔഫ് ഇബ്നു മാലിക്, നിങ്ങൾ നോക്കിക്കോ, ഇന്ന ബൈന യദ്ഇദദ സിത്തൻ ബൈന യദൈ സാഅ. അന്ത്യനാളിന്റെ മുമ്പ് 6 വിഷയങ്ങൾ സംഭവിക്കാനുണ്ട്. ഒന്ന്, മൗതി, എന്റെ മരണമാണ്. എന്റെ മരണം നടന്നതിന്റെ ശേഷമേ ലോകാവസാനം സംഭവിക്കുകയുള്ളൂ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ, ചെറിയ അടയാളങ്ങളിൽ ആദ്യത്തെ അടയാളമാണ് മുസ്തഫായ നബി തങ്ങളുടെ വിയോഗം. ثم فتح بيت المقدس, ബൈത്തുൽ മുഖദ്ദസിന്റെ മോചനം. ഇത് ഖിയാമത്തിന്റെ മുമ്പ് 6 നടക്കുന്നതിൽ രണ്ടാമത്തേത് അത് അല്ലാഹുവിന്റെ ഹബീബിന്റെ വഫാത്ത് കഴിഞ്ഞ് 4 വർഷത്തിനകം ഹിജ്റ 13-ാം കൊല്ലം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ബൈത്തുൽ മുഖദ്ദസിന് മോചനമുണ്ടായി. ആ ഫത്ഹ് വല്ലാത്തൊരു ഫത്ഹായിരുന്നു. മഹാനായ അഷ്റഫുൽ ഖൽഖിന്റെ സ്വഹാബി, സ്വർഗീയമായ സുഖങ്ങൾ ലഭിക്കും സ്വർഗത്തിലാണ് എന്ന് നിബിതങ്ങൾ സന്തോഷവാർത്ത നൽകിയിരുന്ന അബൂ ഉബൈദത്ത് ബിനുൽ ജറാഹ് റളിയല്ലാഹു അൻഹു. ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم سعد سعيد زبير طلحة وأبي عبيدة. അതാണ് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. സഅദിൻ സഈദിൻ സുബൈറിൻ ത്വൽഹത്തിൻ വഅബി ഉബൈദത്തിൻ വബിനി ഔഫിൻ ആശിരിൽ കറമി. സ്വർഗത്തിലേക്ക് പോകുന്ന 10 പേരെ ഒരൊറ്റ ഇരുത്തത്തിൽ ഒരു മജ്‌ലിസിൽ വെച്ച് നബി തങ്ങൾ പറഞ്ഞ 10 പേർ. അതിൽപ്പെട്ട മഹാനാണ് അബൂ ഉബൈദത്ത് ബിനുൽ ജറാഹ് റളിയല്ലാഹു അൻഹു. മഹാനവറുകളുടെ കീഴിൽ ഒരു സൈന്യം ചെന്ന് മസ്ജിദുൽ അഖ്സാക്ക് ചുറ്റും 1 മാസത്തോളം ഉപരോധം തീർത്തപ്പോഴാണ് ജെറൂസലേമുകാർ, ഈലിയ നാട്ടുകാർ, മസ്ജിദുൽ അഖ്സ നിലകൊള്ളുന്ന ആ പ്രദേശത്തെ ഖുദ്സിന്റെ ആളുകൾ, ജെറൂസലേമിന്റെ ആളുകൾ, ഖുദ്സ് എന്ന അറബിയിൽ പറയുന്നതാണ്, ഇംഗ്ലീഷിൽ ജെറൂസലേം എന്ന് പറയുന്നത്. അതിന് നബിയുടെ കാലത്തുള്ള പേര് ഈലിയ എന്നായിരുന്നു. അൽ ബൈത്തുൽ മുഖദ്ദസ്, പരിശുദ്ധമായ വീട് എന്നാണ് നബി തങ്ങൾ പറയാ. ഫത്ഹു ബൈത്തുൽ മുഖദ്ദസ്, ഫത്ഹു ബൈത്തുൽ മഖ്ദിസ്, അല്ലെങ്കിൽ അൽ ബൈത്തുൽ മുഖദ്ദസ്, രണ്ടും ശരിയാണ്. ഫത്ഹു ബൈത്തുൽ മഖ്ദിസ്, മഖ്ദിസ് ഈലിയയാണ്, ജെറൂസലേമാണ്. ജെറൂസലേമിലെ നമ്മുടെ ആദ്യത്തെ ഖിബലയായിരുന്ന
അൽ മസ്ജിദുൽ അഖ്സാ. അല്ലാഹുവിന്റെ ഹബീബിനെ അല്ലാഹു ഇസ്രാ കൊണ്ടുപോയ പള്ളിയാണത്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. ആ പരിശുദ്ധമായ പള്ളി മുസ്ലിമീങ്ങൾക്ക് കീഴടങ്ങുന്നത് ഖിയാമത്തിന്റെ അടയാളങ്ങളിൽ 6 ചെറിയ അടയാളങ്ങളിൽ ഒന്നാണെന്ന് ഔഫ് ഇബ്നു മാലിക്, മഹാനായ ഔഫ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്ന ആ ഹദീസാണ് ഇമാം ബുഖാരി ഇവിടെ ഉദ്ധരിക്കുന്നത്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ജെറൂസലേമിന്റെ ക്രിസ്തീയ ഭരണാധികാരികൾ, അവിടുത്തെ പാട്രിയാർക്കീസ് കത്തെഴുതുകയാണ്. അബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹ്, ഞങ്ങളുടെ നാട് 1 മാസത്തോളം ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നു. ഈ പരിശുദ്ധമായ പള്ളി മുസ്ലിമീങ്ങളുടെ അമീർ, മുസ്ലിമീങ്ങളുടെ ഖലീഫ നേരിട്ട് മദീനയിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ആ മഹാന്റെ കയ്യിൽ ഈ താക്കോൽ ഏൽപ്പിക്കാൻ ഞങ്ങൾ ഒരുക്കമാണ്. ഒരു യുദ്ധത്തിന്റെ ആവശ്യമില്ല, ചോരചിന്തലിന്റെ ആവശ്യമില്ല, രക്തക്കളം ഇവിടെ വേണ്ട. സമാധാനപരമായി ഞങ്ങൾ ഈ പള്ളിയുടെ താക്കോൽ ഇസ്ലാമിന്റെ ഖലീഫക്ക് കൈമാറും, നിങ്ങളാർക്കുമല്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് മദീനയിൽ നിന്ന് ജെറൂസലേമിലേക്ക് ഫ്ലൈറ്റ് ഇല്ല. മഹാനവറുകൾക്ക് അവിടെ നിന്ന് കാർ പിടിക്കാൻ പറ്റില്ല, ബസ്സില്ല, ട്രെയിൻ ഇല്ലല്ലോ. ആ കാലഘട്ടം മരുഭൂമിയിൽ ഒട്ടകപ്പുറത്ത് നടന്നു പോകണം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒട്ടകത്തിന്റെ ആ കൊച്ചു വേഗതയിൽ ഒട്ടകപ്പുറത്ത് തന്റെ പരിചാരകന്റെ കൂടെ മദീനയിൽ നിന്ന് പുറപ്പെടുകയാണ്. ജെറൂസലേമിന്റെ ഭരണം, ബൈത്തുൽ മഖ്ദസിന്റെ ഭരണം അല്ലാഹു നമ്മളെ ഏൽപ്പിക്കുകയാണെങ്കിൽ അത് സമാധാനത്തോടെ അതിന്റെ താക്കോല് വാങ്ങിക്കാൻ ഖലീഫക്ക് എന്താണ് വിരോധം? ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് കീറിയ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് ഫാറൂഖ് റളിയല്ലാഹു അൻഹു ജെറൂസലേമിൽ ന്ന് വന്നത്. ചരിത്രം നിങ്ങൾ കേട്ടതായിരിക്കും. അന്ന് മഹാനവറുകൾ ജെറൂസലേമിലെ ജബൽ സൈത്തൂൻ എന്ന് പറയുന്ന മലയാണ്. ആ മലയുടെ ഇപ്പുറത്തൊരു മലയുണ്ട്, ജബൽ മുക്കബ്ബിർ. അവിടെയാണ് മസ്ജിദ് ഉമർ ഉള്ളത്. അവിടെയാണ് ഈസാ നബി ജനിച്ച പള്ളിയുള്ളത്. മസ്ജിദുൽ വിലാദ എന്ന് പറയുന്ന നാറ്റിവിറ്റി ചർച്ച്, കനീസത്തുൽ വിലാദ, നാറ്റിവിറ്റി ചർച്ച് എന്ന ഈസാ നബി അലൈഹിസ്സലാം ജനിച്ച സ്ഥലം ഒരു ചർച്ചിനകത്താണ്. ആ ചർച്ചും അതിന്റെ ഒരു ഏതാനും മീറ്ററുകൾക്ക് പുറത്തേക്ക് മഹാനായ ഉമർ എന്നവർ നിസ്കരിച്ച പള്ളിയുണ്ട്. അവിടെ മസ്ജിദ് ഉമർ. ആ കുന്നിൻ മുകളിൽ നിന്നാൽ ഒരു താഴ്വരയാണത്. കഴിഞ്ഞാൽ അപ്പുറത്ത് കുന്ന് കാണാം, അതാണ് ജബൽ സൈത്തൂൻ, അതാണ് ഒലിവ് മല. അവിടെയാണ് ബൈത്തുൽ മുഖദ്ദസ് ഉള്ളത്. അതിന്റെ മീതെ നിന്നാണ്, അതിന്റെ അരികത്ത് നിന്നാണ് ഈസാ നബിയെ അല്ലാഹു ആകാശ ലോകത്തേക്ക് കൊണ്ടുപോയത്. അവിടെ മഹാന്മാരായ സ്വഹാബിമാർ അന്ത്യവിഷമം കൊള്ളുന്നുണ്ട്. ആ കുന്നിന്റെ മുകളിലാണ് ദാവൂദ് നബി അലൈഹിസ്സലാം അന്ത്യവിഷമം കൊള്ളുന്നത്. അവിടെയാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം അന്ത്യവിഷമം കൊള്ളുന്നത്. വളരെ മനോഹരമായ ശ്രേഷ്ഠമായ അൽ ബൈത്തുൽ മുഖദ്ദസ്, അല്ലാഹുവിന്റെ ശ്രേഷ്ഠമായ സുലൈമാൻ നബി നിർമ്മിച്ച പള്ളിയാണത്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ മലയിൽ വന്ന് നിന്ന് അപ്പുറത്തെ മലയിലേക്ക് നോക്കുമ്പോൾ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. മസ്ജിദുൽ അഖ്സയെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത മഹാൻ മദീനയിൽ നിന്ന് യാത്രയായി വന്ന് ആ കുന്നിൻ മുകളിൽ വന്നപ്പോൾ 3 പ്രാവശ്യം തക്ബീർ ചൊല്ലിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ പർവ്വതത്തെ ജബൽ മുക്കബ്ബിർ എന്നറിയപ്പെടുന്നത്. ആ പർവ്വതത്തിൽ നോക്കിയാൽ മസ്ജിദുൽ അഖ്സയുടെ കുബ്ബ കാണാം, ഒരു ചാര നിറത്തിൽ. ഇപ്പുറത്ത് കാണാം സ്വർണ്ണ നിറമുള്ള ഒരു കുബ്ബ, അതാണ് ഖുബ്ബത്തുസ് സുഖ്റ എന്ന് പറയുന്ന പള്ളി. ആ പള്ളിയുടെ ഉള്ളിലാണ് അല്ലാഹുവിന്റെ റസൂൽ മിഅ്റാജിന് പോയ പാറയുള്ളത്. അതൊക്കെ ഇന്നും സന്ദർശകർക്ക് ചെന്ന് കാണാൻ കഴിയും. മഹാനായ ഉമർ എന്നവർക്ക് താഴെ ഒരു ചെറിയ അരുവിയുണ്ടായിരുന്നു. ഇന്ന് ആ അരുവി ഞങ്ങൾ ചെന്ന് കണ്ടിട്ടില്ല. മുമ്പുണ്ടായിരുന്ന അത്ര അവിടെ അരുവിയുണ്ട്. ആ വെള്ളത്തിലൂടെ ചവിട്ടി വേണം ഉമർ എന്നവർക്ക് ആ അപ്പുറത്തെ കുന്നിലേക്ക് പോകാൻ, ജബൽ സൈത്തൂനിലേക്ക്, ഒലീവ് മലയിലേക്ക്, ഒലീവ് പർവ്വതത്തിലേക്ക് ചെല്ലാൻ. അന്നേരം കാലിൽ ചെളിയുണ്ട്. ആളുകൾ, സ്വഹാബിമാർ, അവിടെയുള്ള ആളുകൾ വന്ന് പറഞ്ഞു, അമീറുൽ മുഅ്മിനീനെ,
ആരൊക്കെയാണ് നിങ്ങളെ കാത്തിരിക്കുന്നതെന്നറിയുമോ? ക്രിസ്തീയ ലോകത്തെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ, മസ്ജിദുൽ അഖ്സയുടെ ഭരണം കൈയാളുന്ന ആളുകൾ, അവര് പറയുന്നുണ്ട്, ഖലീഫയെ ഞങ്ങൾക്ക് കാണണം, ഞങ്ങൾക്ക് സ്വീകരിക്കണം. അമീറുൽ മുഅ്മിനീൻ കാലിൽ ചെളിയുമായി നിങ്ങൾ ചെന്നാൽ അപമാനമല്ലേ അമീറുൽ മുഅ്മിനീൻ? നിങ്ങളുടെ ദേഹത്തിലുള്ള വസ്ത്രം നോക്കൂ, എത്രയോ തുന്നിപ്പിടിപ്പിച്ച അടയാളമുണ്ട്. നിങ്ങൾ 20 ഭൗതിക രാജ്യങ്ങളുടെ നേതാവാണ്, 20 രാജ്യങ്ങളുടെ പ്രസിഡന്റാണ്. ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് അല്ല, 20 രാജ്യങ്ങളുടെ ആ ഒരു സ്ഥാനം വഹിക്കുന്ന നിങ്ങൾ ഈ കീറിപ്പറഞ്ഞ വസ്ത്രം ഇട്ടുപോയാൽ മോശമല്ലയോ? ഞങ്ങൾ നിങ്ങൾക്കൊരു ഓവർകോട്ട് കൊണ്ടുവരാം, ആ കോട്ട് ധരിച്ച് നിങ്ങളൊരു നല്ല ലുക്കിൽ വേണം പോകാൻ എന്ന് പറഞ്ഞപ്പോഴാണ് അമീറുൽ മുഅ്മിനീൻ ലോക പ്രശസ്തമായ ഒരു വാക്ക് പറഞ്ഞത്. ആ വാക്ക് ഇന്നും സജീവമായി നമ്മുടെ കിതാബുകളിൽ, നമ്മുടെ ആലിമീങ്ങളുടെ വാക്കുകളിൽ നിലനിൽക്കുന്നു. നഹ്നു ഖൗമുൻ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം, نحن قوم أعزنا الله بالإسلام فمن ابتغى العزة في غيره أذله الله. നമ്മൾ മുസ്ലിമായപ്പോഴാണ് അള്ളാഹു നമുക്ക് അഭിമാനം തന്നത്. മുസ്ലിം എന്ന വാക്കിന്റെ അർത്ഥം അള്ളാഹുവിനെ സമർപ്പിക്കുക എന്നാണ്. നമ്മൾ മുസ്ലിമീങ്ങളായപ്പോഴാണ് അള്ളാഹു നമുക്ക് അഭിമാനം തന്നത്. അതുകൊണ്ട് അഭിമാനത്തിന് വേണ്ടി മറ്റേതെങ്കിലും വഴി നോക്കിയാൽ നമുക്ക് നിന്ദ്യതയായിരിക്കും അള്ളാഹു നൽകുക. അതുകൊണ്ട് ഉമർ തുന്നിപ്പിടിപ്പിച്ച ഈ വസ്ത്രം തന്നെ, കാലിലെ ഈ ചെളിയോടുകൂടെ, ആ സമയത്ത് ഉമർ എന്നവരുടെ പരിചാരകന്റെ ഊഴമായിരുന്നു ഒട്ടകപ്പുറത്തിരിക്കാൻ. ഉമർ എന്നവർ ഒട്ടകത്തിന്റെ കയറി പിടിക്കുന്ന നേരം മദീനയിൽ നിന്ന് പുറപ്പെടുമ്പോൾ തന്റെ ഖാദിമിനോട്, തന്റെ പരിചാരകനോട് ഉമർ എന്നവർ പറഞ്ഞിരുന്നു, ഞാൻ 2 മണിക്കൂർ ഇരുന്നാൽ, ഒട്ടകപ്പുറത്തിരുന്നാൽ 2 മണിക്കൂർ നേരം നിങ്ങളാണ് ഒട്ടകത്ത് തെളിക്കേണ്ടത്. അത് കഴിഞ്ഞാൽ ഞാൻ താഴെ ഇറങ്ങും, നിങ്ങൾ കയറണം. ഞാൻ ഒട്ടകത്തിന്റെ കയറ് പിടിക്കും. ആര്? ലോകത്തിന്റെ ഖലീഫ, മുസ്ലിം ലോകത്തിന്റെ ഖലീഫ. ആ ഊഴമായി ചെന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് ചെല്ലുമ്പോൾ മഹാനായ ഉമർ എന്നവരുടെ ഊഴം ഒട്ടകത്തിന്റെ കയറ് പിടിക്കാനാണ്. അപ്പോഴാണ് സ്വഹാബിമാർ, അബൂ ഉബൈദത്ത് ബിനുൽ ജറാഹ് എന്നവർ അവിടെയുണ്ട്. അവർ പറഞ്ഞു, അമീറുൽ മുഅ്മിനീനെ, നിങ്ങളുടെ ഊഴം ഞങ്ങൾക്കറിയാം, എന്നാൽ നിങ്ങൾ ഈ നാട്ടുകാരുടെ മുമ്പിലേക്ക് എത്തുകയാണ്. മസ്ജിദുൽ അഖ്സ എന്ന ജൂതന്മാരുടെ ആസ്ഥാനമായിരുന്ന മൂസ നബി അലൈഹിസ്സലാം താലോലിച്ചു കൊണ്ട് നടന്ന, എന്നാൽ മൂസ നബി അലൈഹിസ്സലാം വരാൻ ആഗ്രഹിച്ച മൂസ നബിക്ക് ജെറൂസലേമിലേക്ക് കടക്കാൻ പറ്റിയില്ല എന്നാണ് ചരിത്രം. മൂസ നബി ലക്ഷ്യമാക്കി പുറപ്പെട്ടത് അങ്ങോട്ടായിരുന്നു. സുലൈമാൻ നബി സ്ഥാപിച്ച പള്ളിയാണത്. ആ പരിശുദ്ധമായ പള്ളിയുടെ എല്ലാ ഉത്തരവാദിത്തവും, അതിന്റെ എല്ലാ ഫയലുകളും ഇസ്ലാമിന്റെ ഭരണാധികാരിക്ക് കൈമാറാൻ പോകുന്ന ചരിത്രത്തിലെ അത്യപൂർവമായ സംഭവമാണിത്. അതുകൊണ്ട് ഉമറേ, ഒട്ടകപ്പുറത്ത് ഒരാളെ കണ്ടാൽ അവര് വിചാരിക്കും അയാളാണ് ഖലീഫയെന്ന്, നിങ്ങൾ മീതെ കയറണം. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പറ്റില്ല, ഇതെന്റെ പരിചാരകന്റെ ഊഴമാണ്, എന്റെ ഊഴം കഴിഞ്ഞു, ഇനി അവനിരിക്കട്ടെ, ഞാനാണ് ഒട്ടകത്തിന്റെ കയറ് പിടിക്കേണ്ടത്, അങ്ങനെയാണ് ഞാൻ അവരെ ചെന്ന് കാണുക എന്ന് പച്ചയായ മനുഷ്യനായി, പച്ചയായ ഒരു മുസ്ലിമായി, പ്രകടനകളില്ലാതെ, പ്രകടന തൽപരതകളില്ലാതെ, ആളാവണം എന്ന മോഹമില്ലാതെ, എന്തെങ്കിലും വേഷമോ കോലം കെട്ടണം എന്നൊന്നും പാടില്ലാതെ നമുക്ക് വേണ്ട എന്ന് പഠിപ്പിക്കാൻ ഉമർ എന്നവർ ചരിത്രത്തിലെ നിർണായകമായ ഈ മുഹൂർത്തത്തിലെടുത്ത നിലപാടുകൾ. ആ സംഭവമാണ് നബി തങ്ങൾ വഫാത്താകുന്നതിന്റെ മുമ്പ് പറഞ്ഞത്, ഫത്ഹു ബൈത്തുൽ മഖ്ദിസ്, ബൈത്തുൽ മുഖദ്ദസ് എന്നേക്കുമായി മുസ്ലിമീങ്ങളുടെ കൈകളിലേക്ക് നൽകപ്പെടും. ആ ബൈത്തുൽ മുഖദ്ദസിന്റെ മോചനം, ആദ്യത്തെ മോചനം, എന്നേക്കുമായുള്ള മോചനം ഇനി മഹ്ദി ഇമാമിന്റെ വരവിന് ശേഷമാണ്. എന്നാൽ അന്നേ വരെ ഉണ്ടായിട്ടില്ലാത്ത ഒരു ഫത്ഹ്, ഒരു വിമോചനം നടക്കും. അത് ഖിയാമത്തിന്റെ മുമ്പ് നടക്കുന്ന 6 എണ്ണത്തിൽ ഒന്നാണ്. രണ്ടാമത്തേത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ പറഞ്ഞു, ഔഫ് ഇബ്നു മാലിക് യഅദദ് 6, 6 എണ്ണം എണ്ണിക്കോ. ഒന്ന് എന്റെ മരണമാണ്, രണ്ടാമത്തേത് ബൈത്തുൽ മുഖദ്ദസിന്റെ മോചനം. നബി തങ്ങളുടെ മരണം കഴിഞ്ഞു. ഉമർ എന്നവരുടെ കാലത്ത് ബൈത്തുൽ മുഖദ്ദസിന്റെ മോചനം ബിഇജ്മാഇൽ ഉലമാ,
ഹദീസ് പണ്ഡിതന്മാർ മുഴുവനും ഏകോപിച്ചു പറഞ്ഞു ഈ സംഭവം നടന്നു കഴിഞ്ഞു ഉമർ എന്നവരുടെ കാലത്ത്. ഇനി മൂന്നാമത്തേത് നടക്കാൻ പോകുന്നു നബി തങ്ങൾ പറഞ്ഞത്, അതും നടന്നു കഴിഞ്ഞു. ثم موتان يأخذ فيكم كرقاص الغنم. റഖാസിൽ ഗനം എന്നും അതുപോലെ ഖുആസുൽ ഗനം എന്നും രണ്ട് വാക്കുകൾ ഹദീസിൽ വന്നിട്ടുണ്ട്. ثم موتان يأخذ فيكم كقعاس الغنم. ഭാഷാ പണ്ഡിതനായ ഇബ്നു ഫാരിസ് അതിന് കൊടുത്ത അർത്ഥം, ആടുകളുടെ ഒട്ടകങ്ങളുടെ കഴുത്തിലും വയറ്റിലും ഉണ്ടാകുന്ന ഒരു അസുഖമാണ്. ആ അസുഖം വന്നാൽ ഉടനടി അവകൾ ചത്തുപോകും. അതുപോലെ